മീറ്റിങ്ങിലോ ഇൻ്റർവ്യൂകളിലോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പോഴും ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാണ് എന്ന ബഹുമാനം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഒപ്പത്തിനൊപ്പം യാതൊന്നും പറയാതിരിക്കുന്നതും ഞാൻ പലതിനും ഉത്തരം പറയാതിരിക്കുന്നതും. അവർക്ക് പറയാനുള്ളതെല്ലാം ഇത്തരത്തിൽ ആരോപണങ്ങളായി പറയുന്നതെല്ലാം പറയട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അവർക്ക് ഇലക്ഷൻ തോക്കാനുള്ളൊരു ഗിമ്മിക്സ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അവർ അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരു തെറ്റ് വഴിയിൽ ഒരാൾ തടഞ്ഞു കഴിയുമ്പം അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ചെയ്തത് മോശമായി പോയി എന്ന് പറയുന്നതിന് പകരം ഇത്രയും വലിയൊരു ആരോപണം ചെയ്യേണ്ടതുണ്ടോ? അത് ഇവരുടെ പാർട്ടിയിൽപ്പെട്ട അമ്മമാരാണല്ലോ. എൻ്റെ കൂടെയും വേറെ അമ്മമാരുണ്ടായിരുന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എത്ര അമ്മമാരാണ് എൻ്റെ കൂടെ വന്നത്. ഞാൻ ഈ മണ്ഡലം മുഴുവൻ ഇറങ്ങി നടക്കുന്നില്ല. എത്ര അമ്മമാർ എനിക്ക് ചോറ് വിളമ്പി തരുന്നു, എത്ര പേര് സ്നേഹത്തോടെ പെരുമാറുന്നു, എത്ര പേര് വീട്ടിലേക്ക് വിളിക്കുന്നു, മകനെ പോലെ കാണുന്നു. ഇതെല്ലാം അമ്മമാരല്ലേ. ഇവരുടെ എല്ലാം സ്നേഹം ആവോളം കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. അപ്പോൾ ഇവരുടെ കുറച്ച് പേരുടെ ഇല്ലെങ്കിലും പ്രശ്നമല്ല. അതാണ് പറയുന്നത്. എനിക്ക് വേറെ വിഷയങ്ങളുണ്ട്. എനിക്ക് വേറെ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളിൽ നിന്ന് കേൾക്കാനുണ്ട്. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മളിത് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഈ പരാതി എന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്നും എന്താണ് അതിൻ്റെ പിന്നിലെന്നും ഈ എന്നെ തടയുന്ന വിഷയം ഉണ്ടാകുന്നതൊരു ഇല്ലാതിരുന്നൊരു വിഷയം ഉണ്ടാക്കി പറയുകയാണ്. അപ്പം എന്താ പറയുക, പറഞ്ഞോട്ടെ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.